ഇതായി നാടിൻ സ്നേഹം തരാം, കയ്യും കരൾ കൂട്ടമാകെ നന്മ നേർന്നിടുന്നു ഞങ്ങൾ. വെണ്മയേറുന്ന നേതാമഹാനായി നാടാകെ ഉയരുന്നേ പ്രിയ നേതാവിനായി. മനം കുളിരാടിയേ പ്രിയ നേതാവിനായി ഞങ്ങൾ സ്വാഗതമേ. വന്നു ചേരും മാന്യർ മന്ത്രി ചെന്നിത്തല എന്ന താരം ചൊന്നിടുന്നു സ്വാഗതം. കെ രമയെന്ന നാടിൻ്റെ മാനം തൂഫാനിൻ കാറ്റേറ്റു നാടൊന്നുണർന്നുവല്ലോ പ്രിയ നേതാവിനായി. മനം കുളിരാടിയേ പ്രിയ നേതാവിനായി. മനം കുളിരാടിയേ പ്രിയ നേതാവിനായി. ജനം ആടിപ്പാടിയേ പ്രിയ നേതാവിനായി. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കേണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയും അല്ലാഹുവും എല്ലാം ഏകരാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കേണം. മംഗളാത്മാവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ ഭക്തിയാൽ തവ ശക്തിയാൽ. ബുദ്ധിയും ഗുരുഭക്തിയും നൽകി ശുദ്ധരാക്കേണം ഞങ്ങളെ, ശുദ്ധരാക്കേണം ഞങ്ങളെ. വേദിയിലിരിക്കുന്ന വടകര MLA KK രമ, മറ്റ് വേദിയിലിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സ്വീകരണ കൊടുക്കുന്ന പാറക്കൽ അബ്ദുള്ള MLA, വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തികളെ, മറ്റ് പൊതുജനങ്ങളെ, പാലിയേറ്റീവ് വോളണ്ടിയർമാരെ, പ്രവർത്തകരെ, 2008 ഉറക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവിൻ്റെ ഹോം കെയർ സംവിധാനത്തോടു കൂടിയാണ് 2008 ഈ പ്രസ്ഥാനം നിലവിൽ വന്നത്. 2008 പാലിയേറ്റീവിൻ്റെ ഹോം കെയർ സംവിധാനം നിലവിൽ വന്നതെങ്കിലും എനിക്ക് തോന്നുന്നു 2009 ജനുവരിയിലാണ് ഉറക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. യശശരീരനായ ഈ നാടിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട AP കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, പാറക്കൽ അബ്ദുള്ള, ഡോക്ടർ T കുഞ്ഞമ്മദ്, ഇവരുടെ നേതൃത്വത്തിൽ വന്ന കൂട്ടായ്മയാണ് ഉറക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവ്. തുടക്കം മുതൽ 2008-2009 വർഷം മുതൽ
ഇപ്പം വരെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒർക്കാട്ടേരി ആശ്രയയുടെ ചെയർമാൻ പാറക്കൽ അബ്ദുള്ള MLA. എനിക്ക് തോന്നുന്നു ആശ്രയ കുടുംബം ഇങ്ങനെ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയത് തന്നെ അദ്ദേഹം നമ്മുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പാറക്കൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടാമതും നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുത്ത സന്തോഷത്തിലാണ് ആശ്രയ കുടുംബം. ഒർക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവ് 150ഓളം വളണ്ടിയർമാരുള്ള പ്രസ്ഥാനവും അതുപോലെ തന്നെ 200-ൽ പരം കിടപ്പ് രോഗികളെ പരിഹരിക്കുന്ന ഒരു കൂട്ടായ്മയുമാണ്. തുടക്കം മുതൽ 2008-2009 വർഷം മുതൽ തന്നെ തുടങ്ങിയ കാലം മുതൽ തന്നെ കിടപ്പിലായ തിരഞ്ഞെടുത്ത രോഗികൾക്ക് ഫുഡ് സപ്പോർട്ടും അതുപോലെ ഇപ്പോഴേ ആഴ്ചയിൽ 6 ദിവസവും ഞായറാഴ്ച ഒഴികെ 6 ദിവസവും ഹോം കെയർ സംവിധാനവും ഒർക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവ്. കൂടാതെ രോഗികൾക്ക് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആശ്രയ പാലിയേറ്റീവിലെ ഫിസിയോതെറാപ്പി യൂണിറ്റാണ്. രാവിലെയും വൈകുന്നേരവുമായി 2 ഷിഫ്റ്റുകളിലായി ഒർക്കാട്ടേരി ആശ്രയയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് വളരെ സജീവമായി നടന്നു വരികയാണ്. ആശ്രയയുടെ എല്ലാമായിട്ടുള്ള പ്രിയങ്കരനായ ചെയർമാൻ പാറക്കൽ ആശ്രയക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ചെയ്തു വരികയാണ്. ഇപ്പോൾ ഏറാമല റോഡിലുള്ള ഒരു വാടക കെട്ടിടത്തിലാണ് ആശ്രയയുടെ പ്രവർത്തനം. ഫിസിയോതെറാപ്പി യൂണിറ്റും ആശ്രയയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഓർക്കാട്ടേരി ഏറാമല റോഡിലുള്ള ഒരു വാടക കെട്ടിടത്തിലാണ്. ആ വാടക കെട്ടിടത്തിൽ നിന്ന് മാറി വർഷങ്ങളായി ഒർക്കാട്ടേരി ആശ്രയയുടെ പ്രവർത്തകന്മാർക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു ആശ്രയക്ക് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം പണിയുക എന്നുള്ളത്. ആശ്രയക്ക് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം പണിയുന്നതിന് വേണ്ടി കാർത്തികപ്പള്ളി റോഡിൽ നമ്മളെ ഇവിടുന്ന് കാണാം, എൻ്റെ ബാക്കിൽ തന്നെയാണെന്ന് പറയാം, ഒരു 9 സെൻറ്റ് സ്ഥലത്തിനടുത്ത് പാറക്കലിൻ്റെ കുടുംബം തന്നെ അദ്ദേഹത്തിൻ്റെ ചെയർമാൻ അനുജൻ കൂടിയായിട്ടുള്ള പാറക്കൽ ഹാരിസിൻ്റെ സ്മരണക്ക് സ്ഥലം നമുക്ക് വാങ്ങി രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ആശ്രയ കുടുംബം. എന്തായാലും വളരെ അടുത്ത് തന്നെ ആശ്രയയുടെ സ്വന്തമായി ഒരു കെട്ടിടം പൂവണിയാനുള്ള പ്രാരംഭ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും ആശ്രയക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുകയാണ്. ആശ്രയയുടെ പ്രവർത്തനങ്ങളുമായി സജീവമായി ഇടപെടുന്ന അവസരത്തിൽ മൺമറിഞ്ഞു പോയ ചിലരെ ഓർമ്മിക്കാതെ വയ്യ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒന്ന് AP കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, NK ഗോപാലൻ മാസ്റ്റർ, ക്രസൻറ്റ് അബ്ദുള്ള ഹാജി, KKND ബാലകൃഷ്ണൻ മാസ്റ്റർ, കസ്തൂരിക്കാട്ടിൽ കുഞ്ഞമ്മദ് ഹാജി എന്നീ ട്രസ്റ്റ് അംഗങ്ങളെയും തുടക്കത്തിൽ തന്നെ ആശ്രയയുടെ പാലിയേറ്റീവ് ഓഫീസിലെ ഒരു മാനേജറായി വർഷങ്ങളോളം പ്രവർത്തിച്ച നമ്മൾ കോവമ്മൽ കുഞ്ഞബ്ദുള്ള മാസ്റ്ററെയും ഈ അവസരത്തിൽ അവർ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നത് ആശ്രയയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള MK യൂസഫ് ഹാജിയാണ്. അദ്ദേഹത്തിന് ആശ്രയയ്ക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. അതുപോലെ ആമുഖ ഭാഷണം നടത്തുന്ന PK ജമാലിനും സ്വാഗതം പറയുന്നു. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടി വേഗം ആരംഭിച്ചത്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ മുഖ്യ അതിഥിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വടകര MLA KK രമക്കും സ്വാഗതം പറയുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കോട്ടയിൽ രാധാകൃഷ്ണൻ,
ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള OK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രീതി മോഹനൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജേഷ് MK എന്നിവർക്കൊക്കെ സ്വാഗതം പറയുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള മനയത്ത് ചന്ദ്രൻ, MK ഭാസ്കരൻ, N വേണു, KK അഹമ്മദ്, CK ഹരിദാസ്, TNK ശശീന്ദ്രൻ മാസ്റ്റർ, KE ഇസ്മയിൽ, TK വാസു മാസ്റ്റർ, OM അശോകൻ എന്നിവർക്കൊക്കെ ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ സാന്നിധ്യം കൊണ്ട് ഇവിടെ പങ്കെടുത്ത NK ചാത്തുവേട്ടൻ, ഗംഗാധരൻ ഏറാടി മാസ്റ്റർ എന്നിവർക്കും സ്വാഗതം പറയുകയാണ്. ഈ യോഗത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഔപചാരികയുടെ പേരിൽ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന പാറക്കൽ അബ്ദുള്ള MLAക്കും സ്വാഗതം പറയുന്നു. അതുപോലെ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന O മഹേഷ് കുമാറിനും സ്വാഗതം പറയുന്നു. അതുകൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ, ഈ സ്വീകരണ പരിപാടിയിൽ പുറക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും, മുഴുവൻ ആശ്രയ കുടുംബാംഗങ്ങളെയും, മുഴുവൻ വ്യാപാര സുഹൃത്തുക്കളെയും, രാഷ്ട്രീയ സുഹൃത്തുക്കളെയും, സാമൂഹ്യ എല്ലാവരെയും ഒരിക്കൽ കൂടി മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി ആശ്രയയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള MK യൂസഫ് ഹാജിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ മഹത്തായ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഒത്തുകൂടിയത്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ ചെയർമാൻ 2 പ്രാവശ്യം MLA ആയി കുറ്റ്യാടിയിൽ ജയിച്ചു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം വഴിപ്പെട്ടതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനത് അനിവാര്യവുമാണ്. ഇനിയും ഒരുപാട് ഉന്നതിയിലെത്തുവാനുള്ള സാഹചര്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനം, അതായത് ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും രോഗികളെ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റേതായ ഗുണഫലം സിദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധിയുള്ളവൻ്റെ സ്വഭാവത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകും, അത് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, അത് നാട്ടിന് ഐശ്വര്യമാണ്, ലോകത്തിൻ്റെ സമാധാനമാണ്. ആ സമാധാനകാംക്ഷികളായ ഒരു വലിയ സമൂഹമാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സമർത്ഥമായി പ്രവർത്തിക്കാൻ കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ്. ഒരു കാര്യം പറയാം, 2 പതിറ്റാണ്ടുകളായി ഈ നാട്ടിൻ്റെ പ്രവർത്തന മേഖലയിൽ പാവപ്പെട്ടവരെയും അതുപോലെ ഇതുപോലുള്ള രോഗികളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പാറക്കൽ അബ്ദുള്ളയും നേരത്തെ ശരീരനായ നമ്മളെ കുഞ്ഞിക്കണ്ണ മാഷും അതുപോലെ നിരവധി ആളുകൾ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചാണ്. അവരുടെ മനസ്സിൽ നിന്നുദിച്ച ഒരു വികാരമാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഏത് കാലഘട്ടത്തിലും അവരെന്നും മുമ്പിലാണ്. ഇവിടെ മാത്രമല്ല, ഖത്തറിലും അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ ഗുണഫലം സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഞങ്ങളിവിടെ ഈ നടത്തപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ കരങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളൂ. കാരണം ഇവിടെ മറ്റൊരു വരുമാനവുമില്ല, ശൂന്യമാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിരുന്നാലും ഈ 10-20 വർഷം കാലത്തോളം ഒരു പ്രയാസവുമില്ലാതെ, ഒരു രോഗികൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനം സാധാരണക്കാരുടെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ മഹത്വമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയതാണ് ജീവകാരുണ്യ പ്രവർത്തനം. അതിൽ മുന്നിട്ടവർക്കുന്നവർക്ക് തീർച്ചയായും അതിൻ്റെ ഗുണഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ യശസ്വരാജ് കുഞ്ഞിരാഘവൻ മാസ്റ്റർ, അതുപോലെ പാറക്കലും ഒത്തൊരുമിച്ച് കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നയിച്ചപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിരക്കാരായി പ്രവർത്തിച്ചു. ഇവിടെ വിവിധ രാഷ്ട്രീയക്കാരുണ്ട്, വിവിധ മതക്കാരുണ്ട്, വിവിധ വിഭാഗങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. പക്ഷേ ഞങ്ങൾ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മൂല്യം ഉയർത്തിച്ച പ്രസ്ഥാനത്തിൽ ഒരേ മതം ഓരോ വികാരമായി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചു. ഇനിയും പ്രവർത്തിക്കാൻ ഞങ്ങൾ കഴിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മളെ കൂടെയിരിക്കുന്ന ഈ
ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. നമ്മളോടൊപ്പം പെയിൻ ആൻഡ് പാലിറ്റീവിന് വേണ്ടി നിരന്തരം നമ്മോട് പ്രവർത്തിച്ചാണ്. അദ്ദേഹം ഇന്ന് രോഗിയാണ്. അങ്ങനെ നിരവധി രോഗികളായി മാറാൻ നമുക്കും നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഏതായിരുന്നാലും ഞാൻ ഈ അധ്യക്ഷ പ്രകാശം കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. 2 പതിറ്റാണ്ടെടുക്കുന്ന ആശ്രയ പാലിയേറ്റീവിൻ്റെ ഒരു പൊതുപരിപാടികളിലും കാര്യമായി ഞങ്ങൾ നടത്താറില്ല. പൊതുപരിപാടികൾ എന്നത് ഞങ്ങൾക്ക് വളണ്ടിയർ ക്യാമ്പും രോഗികളുടെ ക്യാമ്പും അതുമാത്രമാണ്. ഇതിൻ്റെ പ്രവർത്തന പാന്താവ് എന്നുള്ളത് കിടപ്പ് രോഗികൾ മാത്രമാണ്. ആരെയും അനുമോദിക്കാനോ ആരെയും സ്വീകരണം നൽകുകയോ ആർക്കും തന്നെ ഒരു പ്രത്യേക പരിഗണന നൽകുകയോ ചെയ്യുന്ന യാതൊരു പരിപാടികളും ആശ്രയ പാലിയേറ്റീവിൻ്റെ പ്രവർത്തന രംഗത്തില്ല. പ്രവാസ ജീവിതത്തിനിടയിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നാട്ടിലെത്തുമ്പോൾ വീട്ടിൽ രാവിലെ മുതൽ വരുന്ന നാട്ടിലെ അവശത അനുഭവിക്കുന്ന അനേകം ജനങ്ങളെ കണ്ടാണ് നമ്മുടെ ചെയർമാൻ രാവിലെ ഒരു പ്രഭാതം തുടരുന്നത്. ഈ അവസരത്തിലാണ് നാട്ടിലെത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വളരെയധികം വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവപ്പെടുന്നവരിൽ നിന്നും രോഗികളായി എത്തുന്നവർക്ക് എന്ത് ചെയ്യണം എന്ന ഒരാലോചനയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത്. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവും നമ്മുടെ നാട്ടിലെ ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ടി കുഞ്ഞമ്മദുമായി പങ്കുവെക്കുകയും അത് തൻ്റെ സഹപ്രവർത്തകരൊക്കെ ആലോചിക്കുമ്പോൾ ഇതേ ഒരാശയം മുൻനിർത്തി നിസ്സഹായരായ രോഗികളുടെ കാര്യങ്ങളുമായി ഇതുപോലെ തന്നെ ആലോചിക്കുന്ന ഏറാമല പഞ്ചായത്തിലെ ഓർക്കാട്ടേരിയിലെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മഹാമനസ്സിൻ്റെ ഉടമയായ യശശരീരനായ AP കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററും കൂടി ഈ ആലോചനയിൽ പങ്കുചേർന്നപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനം ഇവിടെ രൂപാന്തരപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിന് ഒരു പ്രത്യേക പൈതൃകം പണ്ട് തന്നെയുണ്ട്. കെ കുഞ്ഞിരാമക്കുറുപ്പിൻ്റെയും KT ഗോവിന്ദൻ നമ്പ്യാരുടെയും മാവുള്ളതിൽ ഇബ്രാഹിം ഹാജിയുടെയും ഞാറളാട്ട് അനന്തൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു അങ്ങാടിയും ഒരു പഞ്ചായത്തുമൊക്കെ ആയിരുന്നു പഴയ കാലത്ത്. അവരൊക്കെ അന്നത്തെ കാലത്തിനൊപ്പിച്ച് നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരൊന്നും നമ്മോടൊപ്പമില്ല. നമുക്ക് തീർച്ചയായും പറയാം, നമ്മുടെ നാടിനെ കാക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ നാടിലെ പ്രത്യേകിച്ചും വിഷമിക്കുന്ന ജനങ്ങൾക്ക് നമുക്ക് കിട്ടിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു നേതാവിനെയാണ് പാറക്കൽ അബ്ദുള്ള സാഹിബിൽ കൂടി കിട്ടിയിരിക്കുന്നത്. അതാണ് അങ്ങനെയുള്ള ഒരാളെ കിട്ടി. അദ്ദേഹം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുറ്റിയാടിയുടെ MLA ആയപ്പോൾ ഞങ്ങൾ ഈ ട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് എല്ലാ മാസവും ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ കമ്മിറ്റി, ഈ ക്ലിനിക്കൽ കമ്മിറ്റി അത് കുഞ്ഞിക്കണ്ണൻ മാഷ് തുടങ്ങിയ ആ മാസം മുതൽ എല്ലാ ഞായറാഴ്ചകളായിരുന്നു നടത്തായിരുന്നത്. രണ്ടാമത്തെ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. അതിന്ന് കുറച്ച് കാലങ്ങളായി എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഞങ്ങൾ ഇതിൻ്റെ വളണ്ടിയർമാർ, ഇതൊരു തുറന്നിട്ട വാതിലാണ് ക്ലിനിക്ക്, ഇതിൻ്റെ വളണ്ടിയർമാർക്കും ഇതിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ ക്ലിനിക്കൽ കമ്മിറ്റിയിലേക്ക് വരാം. അത് 500ഓളം ആളുള്ള
ഇതിൻ്റെ ഗ്രൂപ്പിൽ മീറ്റിംഗ് അനൗൺസ് ചെയ്താൽ തീർച്ചയായും അതിലൊരു വലിയൊരു ശതമാനം ആളുകൾ രണ്ടാം ശനിയാഴ്ച അവിടെ ഒത്തുകൂടുമ്പോൾ അവർ 10ഉം 20ഉം 50ഉമായി കൊണ്ടുവരുന്ന പൈസകളും ഒക്കെ അവിടെ എത്തിച്ച് അതിൻ്റെ കഴിഞ്ഞു പോയ മാസത്തെ, ഇപ്പോൾ ജൂലൈ മാസത്താണ് ഇപ്പം നടക്കുന്നത്, ജൂണിലെ സെക്കൻഡ് സാറ്റർഡേ, ജൂലൈയിലെ സെക്കൻഡ് സാറ്റർഡേ, ജൂൺ മാസത്തിലെ കണക്കുകൾ കൂട്ടി അതൊക്കെ റെഡിയാക്കി അങ്ങനെയാണ് ഞങ്ങൾ പിരിയുക. ഈ വളരെ സുതാര്യമായ ഈ പദ്ധതി മാസത്തിൽ 1.5 ലക്ഷം ഉറുപ്പികയിലധികം. ആർക്കും ഒരു പ്രത്യേക വരുമാന മാർഗങ്ങളില്ല, ഒരു പ്രത്യേക ഗൾഫ് നാടുകളിൽ കമ്മിറ്റികളില്ല, ഒന്നുമില്ല. ഒരു മാസ്മരിക ശക്തിയായി ഇതിനെ നടത്തിക്കൊണ്ടുപോകുന്നത് ഇതിൻ്റെ സുതാര്യതയും ഇതിന് നേതൃത്വം കൊടുത്തവരുടെ ദീർഘവീക്ഷണവുമാണ്. കാരുണ്യ മേഖലയിൽ 2 പതിറ്റാണ്ടായി ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പാലിയേറ്റീവ് യൂണിറ്റാണ് ആശ്രയ. ഒരുപാട് മനുഷ്യർക്ക് അത്താണിയായിട്ട് ആശ്രയമായിട്ട് തന്നെയാണ് പേരിനെ പോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ ജമാൽക്ക സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലെ നിരവധി അസുഖബാധിതരായ ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക്, ഡയാലിസിസ് രോഗികൾക്ക് ഒക്കെ വിവിധങ്ങളായ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ മേഖലയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശ്രയയുടെ നെടുന്തൂണാണ് നമ്മുടെ പ്രിയപ്പെട്ട പാറയ്ക്കൽ. തീർച്ചയായിട്ടും പാറയ്ക്കലിന് ഇതുപോലെ ഒരു സ്വീകരണം നൽകാൻ ആ ഒരു പ്രസ്ഥാനം ആലോചിച്ചത് ഏറ്റവും ഗംഭീരമായ, ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. അത്തരമൊരു സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള ശക്തികൾ ഉണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല. പാറയ്ക്കലിൻ്റെ സജീവമായ സാന്നിധ്യം അത് ഇതിന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ തന്നെ വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് തൻ്റെ മുന്നിലെത്തുന്ന ഒരുപാട് മനുഷ്യർക്ക് ആശ്രയമായി, അവർക്ക് ആശ്വാസമായിട്ട് എപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നതാണ്. ജനപ്രതിനിധിയായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ നാടിൻ്റെ ഓരോ പ്രവർത്തനത്തിനും ഓരോ ഇതിനും ആ ഒരു ശബ്ദമായിട്ട് അദ്ദേഹത്തിൻ്റെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഗൾഫിലായാലും വിദേശത്തായാലും നാട്ടിലായാലും ഒക്കെ അതുപോലെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. നിയമസഭയിലുമൊക്കെ കഴിഞ്ഞ അതിന് മുന്നിലത്തെ 5 വർഷം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ശബ്ദമുയർത്തിയത് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനിയും ഈ നാട്ടിന് വേണ്ടി, ഈ നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കാൻ അദ്ദേഹം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ആശ്രയ. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഡയാലിസിസ് കേന്ദ്രങ്ങളുടെ അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ട്. അങ്ങനെ ഒരുപാട് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് നിൽക്കാനും അവയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകാനും ഒക്കെ എന്നും മുന്നിൽ നിൽക്കുന്നുണ്ട് പാറയ്ക്കൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ നാടിനെ സംബന്ധിച്ച് അഭിമാനമാണ്, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. അത്തരം മനുഷ്യർ, നന്മ പറ്റാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതും ഒരു നിരാരംഭരായ മനുഷ്യർക്ക് ആശ്രയിക്കാൻ, ഓടിച്ചെല്ലാൻ ഇത്തരത്തിലുള്ള ഇടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും തന്നെയാണ് ഈ മനുഷ്യരെ, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ മുന്നിൽ നിൽക്കാൻ എന്നും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളെല്ലാം വളരെ സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ ഇത് കാണുകയാണ്. ഇതിനെ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കൈകൾ കൊണ്ട് തന്നെ അത് വാങ്ങാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഇന്ന് ഈ നാടിനെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ലഹരിക്കെതിരായുള്ള, സിന്തറ്റിക് ഡ്രഗ്സിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടവുമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അതിന് നേതൃത്വം നൽകുകയാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. തൂഫാൻ ഈ ഒരു പക്ഷേ കൊടുങ്കാറ്റായിട്ട് തന്നെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലായിടത്തും കാണുകയാണ്. അതിന് ഈ നാടിൻ്റെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും ഉണ്ടാകേണ്ടതാണ്. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒറ്റ മനസ്സായി നിന്നെങ്കിൽ മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ. ഇവിടെ എൻ്റെ മുന്നിലൊരു കുടുംബം ഇരിക്കുന്നുണ്ട്. ഏതൊക്കെയോ കാരണത്താൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇവിടെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ്. അത് ഇത്തരത്തിലുള്ള ആളുകളെ ഒരുപക്ഷെ തൂഫാനൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം ആളുകൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് പോലും എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത്
പറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. അത്തരം ആശങ്കകൾ കൂടി പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടതാണ്. ആശ്രയയുടെ പ്രവർത്തനത്തിനും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇനിയും ഉണ്ടാകട്ടെ. നമ്മുടെ പാറക്കൽ അബ്ദുള്ള സാഹിബിന് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ, ഈ മനുഷ്യർക്ക് വേണ്ടി ചെയ്യാൻ, നിരാലംബരായ മനുഷ്യരുടെ ഓടിച്ചെല്ലുമ്പോൾ ഒരു കൈത്താങ്ങാൻ, അവരുടെ ഒപ്പം ചേർത്താൻ, അവരെ ചേർത്തു നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ. ഒരുപാട് ആരോഗ്യ സൗഖ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് ഇവിടെ. ശ്രീ പാറക്കൽ അബ്ദുള്ളയെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ പ്രത്യേകതയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ പേരിലാണ് ആദരിക്കപ്പെടുക എന്ന് വരുമ്പോൾ അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ വേദനിക്കുന്ന മനസ്സുകളെ അവർക്ക് ഒരു തപസ്യയെപ്പോലെ ഈ പാലിയേറ്റീവ് മേഖലകളിൽ പ്രവർത്തനം നമ്മുടെ ഈ മേഖലകളിലൊക്കെ തന്നെ കരുപ്പിടിപ്പിച്ച ഒരു ആശ്രയ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൻ്റെ അദ്ദേഹത്തിന് നൽകുകയാണ്. ഞാൻ ഈ ആശ്രയ കെയർ യൂണിറ്റിനെ പറ്റി ഒന്നും കൂടുതൽ പറയുന്നത്, കാരണം നേരത്തെ ഇവിടെ സംസാരിച്ച സ്വാഗതം പറഞ്ഞ രമേഷ് ബാബു, ഇത് സെക്രട്ടറി രമേഷ് ബാബു, ഇതിൻ്റെ ആമുഖ പ്രഭാഷണം നടത്തിയ ജമാലുമൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആശ്രയ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സവിസ്തരമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രതിപാദിച്ചപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഈ ആശ്രയ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു സാധാരണക്കാര മനസ്സുകളിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആവശ്യമുള്ള രോഗികളുടെയും അവർക്കൊക്കെ തന്നെ പൂർണ്ണമായുള്ള ഈ ആശ്രയ പാലിയേറ്റീവിൻ്റെ സഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഒരു പാലിയേറ്റീവ് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ അത് എളുപ്പമായി തോന്നും. പക്ഷെ പ്രത്യേകിച്ചൊരു ഹോം കെയർ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമുണ്ട്. കാരണം ഈ ആശ്രയ പാലിയേറ്റീവ് വർഷങ്ങളോളമുള്ള പഴക്കമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ തുടങ്ങിയ ഒരു പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഇതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പാലിയേറ്റീവിൻ്റെ ഡ്രൈവറുടെയും അതിൽ പോകുന്ന നേഴ്സും അതിൻ്റെ പെട്രോളും വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഉപകരണങ്ങളൊക്കെയുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ അതൊരു ചെറുതല്ല. ഈ പാലിയേറ്റീവ് രംഗത്തേക്ക് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതൊരു തപസ്യയാണ്. അത് ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആശ്രയ പാലിയേറ്റീവ് മുന്നോട്ട് പോയത് അതിൻ്റെ നെടുന്തുണായി പ്രവർത്തിച്ചത് ശ്രീ പാറക്കൽ അബ്ദുള്ള MLA ആയതുകൊണ്ടാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരാശയം അത് രൂപപ്പെട്ട് അതിൻ്റെ നേതൃത്വപരമായ ഒരു പങ്ക് AP കുഞ്ഞിക്കണ്ണൻ മാഷ് വഹിക്കുകയും അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേഖലയിൽ ഒരു ആശ്രയ പാലിയേറ്റീവ് രംഗം കടന്നു വരികയും ചെയ്തു. ഇത് വന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം പാറക്കൽ ഇതൊരു വല്ലാത്തൊരു വൈകാരികമായി കണ്ട ഒരു സംഭവമാണ് ആശ്രയ പാലിയേറ്റീവ്. എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം കാണുമ്പോൾ സൂചിപ്പിക്കും, ഇതിന് സ്വന്തമായി ഒരു കെട്ടിടം വേണം. ശ്രീ MK ഭാസ്കരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇവിടെയുണ്ട്.
ഞങ്ങളോടൊക്കെ തന്നെ നിരന്തരമായി അദ്ദേഹം ആവശ്യപ്പെടും, പഞ്ചായത്ത് ഇതിനൊരു സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പലപ്പോഴും പറയും. പക്ഷെ അതിൻ്റെയൊക്കെ സാങ്കേതികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാരണം അതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. പക്ഷെ പാറക്കലിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഈ വേദിക്കില്ല. കാരണം അദ്ദേഹം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു പ്രവാസി ജീവിതം നയിച്ചപ്പോൾ, ആ പ്രവാസി ജീവിതം നയിച്ചപ്പോൾ പോലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് വായിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്പന്നന്മാരെ കാണാം. ഒരുപാട് സമ്പന്നന്മാർ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. പക്ഷേ കാശ് കൊണ്ട് സമ്പന്നമായിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വേണ്ടത് മനസ്സാണ്. മനസ്സ് സമ്പന്നമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാലിയേറ്റീവ് മേഖലകളിൽ നമുക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ശ്രീ പാറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവാസിയായി ഇരിക്കുമ്പോഴും, അദ്ദേഹം നാട്ടിൽ വന്ന് പൊതുപ്രവർത്തനം നടത്തുമ്പോഴും, അദ്ദേഹം MLA ആയപ്പോഴും ഒക്കെ അദ്ദേഹം ആശ്രയ പാലിയേറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുമ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷെ പാറക്കലുമായി അടുത്ത് ബന്ധം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പറ്റിയും ഒരുപക്ഷെ കൂടുതൽ അറിയാൻ വേണ്ടി സാധിച്ച ഒരു വ്യക്തി എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി ഒരു ആമുഖത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ ആഗ്രഹിക്കാത്തത്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു MLA ആവുക ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്, MLA ആവുക. പക്ഷേ പാറക്കലിനെ പോലൊരാൾ MLA ആയത്, ഒരു പൊതുപ്രവർത്തകനായി മാറിയത്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അദ്ദേഹവുമായി അടുത്ത് ഇടപെടുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. MLAക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവില്ല എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം രാവിലെ നേരത്തെ ആമുഖ പ്രഭാഷണം നടത്തിയ ജമാൽ പറഞ്ഞതുപോലെ രാവിലെ ഉറക്കം തെളിഞ്ഞ് വീടിന് മുമ്പിലെത്തുമ്പോൾ കാണുന്നത് ശുപാർശക്കാരെ മാത്രമല്ല, എന്നെപ്പോലുള്ള ശുപാർശക്കാരെ മാത്രമല്ല അദ്ദേഹം കാണുന്നത്. പാറക്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വിശാലമായ മനസ്സ് അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിനോട് സഹായവുമായി വരുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ നേരിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വരുന്ന സാധാരണക്കാരായ ആളുകളെ അദ്ദേഹം വെറും കൈയോടെ മടക്കി അയക്കാറുമില്ല. ഒരുപക്ഷെ അതായിരിക്കാം ജനങ്ങളിൽ നിന്ന് പാറക്കലിനെ വ്യത്യസ്തനാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, അത് പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, അതും പൂർണ്ണമായി മനസ്സിലേറ്റിയ ഒരു നിസ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് ശ്രീ പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്നത് യാതൊരു മടിയും എനിക്കില്ല. ആളുകളെ സഹായിക്കുന്നതിന് യാതൊരു മാനദണ്ഡവും വെക്കാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഇടയ്ക്ക് പാറക്കലിനോട് ചില ആളുകൾക്ക് വെറുപ്പ് തോന്നും. അദ്ദേഹം എൻ്റെ ഒരു സ്വഭാവമുണ്ട്, എളുപ്പത്തിൽ ചൂടാവും. പക്ഷെ ആ ചൂടായ പെട്ടെന്ന് അദ്ദേഹം തണുക്കും. വീണ്ടും അദ്ദേഹം പഴയ ഒരു നല്ല മനുഷ്യനായ നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറും. ചെറിയൊരു അവസ്ഥ അത് മാത്രമേ. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. കാരണം ഇന്ന് സമൂഹം ഏറെ പ്രയാസപ്പെടുന്നതും ഏറെ നോക്കിക്കാണുന്നതും കാരുണ്യമാണ്. ഒട്ടനവധി ആളുകളെയാണ്
നമുക്കിന്ന് പൊതുസമൂഹത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് ആളുകളെ നേരിൽ കാണുമ്പോഴാണ് അവരുടെ ഹൃദയവേദനകളെ എത്ര വലുതാണ് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ അറിയുമ്പോഴാണ് അവരുടെ വേദനകളെ ഏറ്റുവാങ്ങി അവർക്ക് ഒരു അത്താണിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ പൊതുസമൂഹത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് അവരെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകനായി മാറിയ ശ്രീ പാറക്കലിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ഒരു തപസ്യയാണ് ഈ ആശ്രയ എന്ന് പറയുന്ന പാലിറ്റീവിൻ്റെ പ്രവർത്തനം. യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, നിസ്വാർത്ഥരായ ഒട്ടനവധി ആളുകൾ ഈ ആശ്രയയിലുണ്ട്. ഒരുപടി ആളുകൾ ഇതിനു വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി. ഈ ആശ്രയ എന്ന് പറയുന്ന പാലിറ്റീവ് രംഗം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇത് ഓരോ ദിവസവും വളർന്ന് പന്തലിച്ചു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായി ഒരു ആസ്ഥാനം വേണമെന്നുള്ള അദ്ദേഹത്തെ ആഗ്രഹവും ഇവിടെ സഫലമാകുകയാണ്. കാരണം ശ്രീ പാറക്കൽ അബ്ദുള്ളയുടെ അനുജൻ ശ്രീ ആരീസിനെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആളുകളെ സ്നേഹിക്കാനും സഹായിക്കാനും ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാനും കഴിവുള്ള ഒരുപക്ഷെ പാറക്കലിനെക്കാട്ടും ഒരു പവൻ തൂക്കം ശ്രീ ആരീസിനുണ്ടായി. പക്ഷേ അകാലത്തിൽ നമ്മളോട് പൊതിഞ്ഞു പോയൊരു മനുഷ്യനായിരുന്നു ആരീസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരീസിൻ്റെ ഓർമ്മകളെ എപ്പോഴും നെഞ്ചിലേറ്റിയ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ ആരീസിൻ്റെ നാമധേയത്തിലാണ് ഇതൊരു കെട്ടിടം പണിയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം 25 ലക്ഷം രൂപ കൊടുത്താണ് ഈ സ്ഥലം വിലക്ക് വാങ്ങിയത്. അപ്പം ഞാൻ പറയുന്നത്, ഇത്രയേറിയ ഒരു മേഖലയിൽ ഇത്രയേറിയ വലിയ വലിയ സംഭാവനകൾ മാത്രമല്ല, വലിയ തൻ്റെ സമയം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേദനിക്കുന്ന ആളുകളോട് സഹാനുഭൂതി പങ്കുവെക്കാൻ അദ്ദേഹം സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ആദരിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകളെ ആദരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പുതിയ പുതിയ ആളുകൾക്ക് അതൊരു പ്രചോദനമായി ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടത്. ആശ്രയ പാലിയേറ്റീവിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. 2 പതിറ്റാണ്ട് കാലം ഏറാമല ഗ്രാമപഞ്ചായത്തിൽ ആതുര ശുശ്രൂഷ ജീവകാരുണ്യ മേഖലയിൽ ഒട്ടനവധി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നൽകിയ ഒരു മഹത്തായ സംരംഭമാണ്, പ്രസ്ഥാനമാണ്. അവരുടെ പ്രവർത്തനം ഒരു പരസ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനല്ല, മറിച്ച് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന നിത്യരോഗികളെ സ്വാന്തനമേകിക്കൊണ്ട് വീടുകളിലെത്തി അവരെ സമാശ്വസിപ്പിച്ച് അവർക്കാവശ്യമായ ചികിത്സകൾ നൽകി അവരെ ചേർത്ത് പിടിക്കുന്ന ഒരുപറ്റം നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആത്മാർത്ഥമായ വളണ്ടിയർമാരുടെയും അതേപോലെ നേതാക്കന്മാരുടെയും ഒരു ഒത്തുകൂടിലാണ് ആ പ്രവർത്തനം വളരെ നല്ല രൂപത്തിൽ പഞ്ചായത്തിൽ നടക്കുകയാണ്. നേതൃത്വം നൽകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പാറക്കലാണ്. 2 പതിറ്റാണ്ട് കാലമായി ഒരു ഇടതടവുമില്ലാത്ത രൂപത്തിൽ ഈ പഞ്ചായത്തിൽ സുദീർഘമായ പ്രവർത്തനം പാറക്കലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരിക. ആ പാറക്കലിനാണ് അതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് ആശ്രയ പാലിയേറ്റീവ് ഇന്ന് ആദരം നൽകുന്നത്. ഇന്നത്തെ ഈ സുദിനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട പാറക്കൽ നമ്മുടെ അഹങ്കാരമാണ്, അഭിമാനമാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്. ജീവകാരുണ്യ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ താലൂക്കിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ജനമനസ്സുകൾ പൊതുയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു രാജകുമാരനായി നമ്മുടെ പ്രിയപ്പെട്ട പാറക്കലിൽ വിരാജിക്കുകയാണ്. അങ്ങ് പ്രവാസ ലോകത്ത് എങ്ങനെയായിരിക്കണം ജീവകാരുണ്യ പ്രവർത്തനമെന്ന് പ്രവർത്തനത്തിലൂടെ പതിറ്റാണ്ടുകളോളം കാണിച്ച് ലോകത്തിന് മാതൃകയായ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ്. അതേപോലെ തന്നെ പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെപ്പോലുള്ളവർക്ക് അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നിറഞ്ഞു നിന്ന
ഒരു വലിയ വ്യക്തിക്കാണ് ഇന്ന് ഈ ഉപഹാരം ഇവിടെ സമർപ്പിക്കുന്നത്. ഇത് സമർപ്പിക്കുന്നത് ആരാണെന്ന് അതും നമുക്കറിയാം. കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ ലഹരി മാഫിയകൾക്ക് ഭീഷണിയായി നിന്നുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരള ജനതയുടെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു നിന്ന ഒരു പ്രഗത്ഭനായ മന്ത്രിയെ രമേശ് ചെന്നിത്തല ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്, സന്തോഷമാണ്. അങ്ങനെ രണ്ട് പ്രവർത്തകന്മാർ, രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ലോക മനസാക്ഷിയെ അംഗീകരിപ്പിച്ച ഒരു വലിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ സംഗമിക്കുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞക്കലിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും ഇപ്പോൾ MLA ആകുമ്പോഴും MLA ആകാതിരിക്കുമ്പോഴും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജനമനസ്സുകളിൽ ജീവിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വീടുകൾ. നമുക്ക് കാലത്ത് ചെന്ന് നോക്കിയാൽ പുലർച്ചെയാകുമ്പോൾ തന്നെ ജനങ്ങൾ ക്യൂവാണ്. ഒരിക്കലും അടക്കാത്ത വലിയ ഗേറ്റാണ് അദ്ദേഹത്തിൻ്റെ. പല നേതാക്കന്മാരുടെയും ഗേറ്റ് തുറക്കാറില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗേറ്റ് അടക്കാറില്ല. അത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആവഹിച്ചു കൊടുത്തുകൊണ്ട് അപ്പോൾ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ മറ്റൊരു ലാഭേച്ഛയും ആഗ്രഹിക്കാത്ത നമ്മുടെ ലോകം നമുക്കറിയാം. സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലൊക്കെ കെട്ടകാലമായി പ്രയാസപ്പെടുന്ന കാലഘട്ടമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം ഒരു ദുശീലങ്ങൾക്കും ഇട കൊടുക്കാതെ അധാർമിക പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ ഒരു കറക്ഷനുമില്ലാതെ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ നിസ്വാർത്ഥ നിഷ്കളങ്ക സേവനത്തിലൂടെ ജനമനസ്സുകളെ സേവിച്ച് ജനയിടങ്ങളിലേക്ക് അദ്ദേഹം ആവഹിച്ചെടുത്ത ഒരു ജനസഞ്ചയമാണ് നമ്മുടെ മുമ്പിൽ. അദ്ദേഹത്തെ കൂട്ടി കൂടുതൽ ഞാൻ പറയുന്ന അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. അദ്ദേഹം നമുക്ക് ഒരു പ്രതീക്ഷയാണ്, അഭിമാനമാണ്. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പ്രാവശ്യം കാത്തിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും ആ പ്രതീക്ഷക്കനുസരിച്ച് സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2 വർഷത്തിന് ശേഷം അഭിമാനിക്കുന്ന നേട്ടം ഇനിയും വരാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമുക്കൊക്കെ അഭിമാനമാണ്, നമുക്ക് സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അങ്ങനെ ഒരു വലിയ ഏറാമല പഞ്ചായത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി, ഒരു സമ്പത്തായി, ഒരഭിമാനമായി, ഒരസൂയയായി നമ്മുടെ ഇടയിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവിന് എല്ലാവിധ വിദ്യാശംസകളും അർപ്പിക്കുകയാണ്. രോഗവും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നിരവധി മനുഷ്യർക്ക് 2 പതിറ്റാണ്ടുകളായി അവരുടെ പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സാന്ത്വനമേകുന്ന ഒരു ആശ്രയ പാലിയേറ്റീവിൻ്റെ അനുമോദന ചടങ്ങിലാണ് നമ്മളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തുടക്കം മുതൽ ഇതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ പാറക്കൽ അബ്ദുള്ള MLA അദ്ദേഹം ഏറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, പ്രവാസ ലോകത്തായാലും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലായാലും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന് ഈ ആശ്രയ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അനുമോദനം കൊടുക്കുക എന്നത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ്. അദ്ദേഹത്തിന് ഏറെ തിരക്കു പിടിച്ച അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലും ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നമുക്കറിയാം, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ് അദ്ദേഹം. അതുമാത്രമല്ല, ഈ പാലിയേറ്റീവിൻ്റെ ഒരു സംരംഭം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെ ഇതും കൂടെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ വളണ്ടിയർമാർ അവരുടെ കഠിന അധ്വാനവും അതുപോലെ തന്നെ സമർപ്പണ ബോധത്തോടും കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ആശ്രയ പാലിയേറ്റീവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഈ പ്രവർത്തനം ഇന്ന് 5 പഞ്ചായത്തുകളിൽ കിടപ്പിലായ രോഗികൾക്ക് ഏറെ സാന്ത്വനവും കരുതലും നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സത്കർമ്മത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. പാലിയേറ്റീവ് പ്രവർത്തനത്തിന് നമ്മൾ ഓർക്കാട്ടേരി പട്ടണവും പഞ്ചായത്തും
രംഗവേദി ഒരുക്കുന്നതിന് വേണ്ടി ആശ്രയ പാലിയേറ്റീവ് ക്ലിനിക്കിന് നേതൃത്വം നൽകിയ പാറക്കൽ അബ്ദുള്ളയെ MLA നമ്മൾ ആദരിക്കുന്നു. അത് കർമ്മം കൊണ്ട് മഹത്വം നേടുന്നവർ അർഹതപ്പെട്ട അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം ഇന്ന് വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. ഇതിന് നമ്മുടെ സംസ്ഥാനത്തിൽ രൂപം നൽകിയത് ഡോക്ടർ MR രാജഗോപാൽ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ നേതൃത്വത്തിലാണ്. 1992 അന്ന് രൂപം കൊടുത്തതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഇന്നത് പാലിയം ഇന്ത്യ എന്ന രൂപത്തിൽ ദേശവ്യാപകമായി സാന്ത്വന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വളരുന്നതിനനുസരിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട്. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം, അതായത് 2001 വെറും 2 വൃദ്ധസദനങ്ങൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 1000-ലധികം വൃദ്ധസദനങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഒറ്റപ്പെടുന്നവർ വർദ്ധിച്ചു വരികയാണ്. ആധുനിക കാലഘട്ടം വൈദ്യശാസ്ത്രം ഏറെ പുരോഗമിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ അമേരിക്കൻ കോർപ്പറേറ്റുകൾ കൈയടക്കുകയാണ്. മിംസ് അടക്കമുള്ള ആശുപത്രിയുടെ ശൃംഖല 13,500 കോടി രൂപയ്ക്ക് KKR ഗ്രൂപ്പ് വിലക്ക് വാങ്ങിയിരിക്കുന്നു. അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി കേരളത്തിലെ മറ്റൊരു ആശുപത്രി ശൃംഖലയെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. അവർ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭ്രമണപഥത്തിൽ നിർത്തിക്കൊണ്ട് നമ്മളിൽ നിന്ന് ഇൻഷുറൻസ് വകയായി തുകകൾ ഈടാക്കുകയും ആശുപത്രികൾ ഇനി സ്ട്രോക്കിന് എന്ത് മരുന്ന് കൊടുക്കണം, അതിനെന്ത് വില തീരുമാനിക്കണം, അതുപോലെ ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ, എൻജിയോപ്ലാസ്റ്റി, ഇതിനൊക്കെ എത്ര തുക വേണം എന്നവർ തീരുമാനിക്കുന്നു. വെന്റിലേറ്ററിൻ്റെ നീതിരഹിതമായ ഉപയോഗത്തിൻ്റെ ക്രൂരമായ അനുഭവങ്ങളാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം വേദന അനുഭവിക്കുന്നവർക്ക് സാന്ത്വനം നൽകാൻ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നടത്തുന്ന സേവനം മഹത്തരമായിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഒരു കവിതയിൽ പറയുകയുണ്ടായി, കാലിടറുമ്പോൾ താങ്ങുന്നവനാണ് ദൈവം. രോഗം വന്ന്, അസുഖം വന്ന് കാലിടറുമ്പോൾ അവരെ താങ്ങുന്ന ദൈവങ്ങളാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന അഭിമാനത്തോടു കൂടി ഈ സന്ദർഭത്തിൽ അവരെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാജഗോപാൽ ഈ പ്രവർത്തനം, ഇത്തരമൊരു ആലോചന അദ്ദേഹത്തിൽ വരുന്നത്, അദ്ദേഹം ഒമാനിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി പോയി. അവിടെ അത് സൈനിക ആശുപത്രിയാണ്. അവിടെ പാചകം ചെയ്യുന്ന മോറിസ് എന്ന് പറയുന്ന ഒരു ശ്രീലങ്കക്കാരൻ, അദ്ദേഹം ഗ്യാസ് പൊട്ടി ശരീരത്തിൻ്റെ 70% പൊള്ളലേറ്റ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഡോക്ടർ രാജഗോപാൽ വന്നു. വൈദ്യശാസ്ത്രം അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോഴും 2-3 മാസക്കാലത്തെ നിരന്തരമായ ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം രക്ഷപ്പെട്ടു വരികയാണ്.
അവസാനം യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, നിങ്ങളെന്നെ കൊല്ലാക്കൊല ചെയ്തു. അത്രയും വേദന അനുഭവിച്ചിട്ടാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോഴാണ് വേദനിക്കുന്നവരെ സ്വാന്തനം നൽകാൻ എന്താണ് മാർഗം എന്ന ആലോചനയാണ് പാലിയേറ്റീവ് ആ മഹത്തായ ഒരു സംസ്കാരത്തിലേക്ക് അതിനൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്തുന്ന നിരവധി രോഗികൾ, ഒറ്റപ്പെടുന്നവർ, മാരകമായ രോഗം വന്നിട്ട് ഇനി ഒരു സാധ്യത മാത്രമേ ഉള്ളൂ, ഈ വേദനയെ സമാശ്വസിപ്പിക്കാനുള്ള പാലിയേറ്റീവ് പ്രവർത്തനം. അപ്പോഴാണ് ഇത്തരം പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന വലിയ മഹത്തായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്ന നിലക്ക് എൻ്റെ സുഹൃത്ത് പാറക്കൽ അബ്ദുള്ള നിർവഹിക്കുന്ന സേവനം, അദ്ദേഹത്തോടൊപ്പമുള്ള നിരവധി വളണ്ടിയർമാർ, സന്നദ്ധ ഭടന്മാർ, ഇതിൻ്റെ സംഘാടകർ, അവരെല്ലാവരും ചെയ്യുന്ന സേവനം മഹത്തരമാണ്. ആ മഹത്തരമായ പ്രവർത്തനത്തിനെ അഭിവാദ്യം ചെയ്താൽ മാത്രമേ, അഭിനന്ദിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ പരിപാടി അതീവ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൽ 2 MLA-മാരുണ്ട്. പാറക്കൽ കുറ്റിയാടിയാണെങ്കിലും ഇവിടത്തെയും കൂടി MLA ആണ്. അതിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ 2 പേരും ഇന്ന് ഈ വേദിയിലുണ്ട്. നമ്മുടെ പാറക്കലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പാറക്കൽ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളെ സംബന്ധിച്ച് ഓർക്കാട്ടേരിയിൽ ഒരു നീണ്ട പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് തന്നെ അഭികാമ്യമല്ല. പാലിയേറ്റീവ് പ്രവർത്തനം മാത്രമല്ല, ഒരുപക്ഷെ പാറക്കലിൻ്റെ സാമൂഹ്യ ഇടപെടലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആശ്രയ പാലിയേറ്റീവ്, അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ അത് പാറക്കലിൻ്റെ നേതൃത്വവും അത് ഏറ്റവും നല്ല നിലയിൽ പോകണമെന്ന പാറക്കലിൻ്റെ അഭിലാഷത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെയും കൂടിയും ഭാഗമായിട്ടാണ് അതിൻ്റെ AP കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെ പോലുള്ള ഒരു സംഘാടകൻ അതിന് രൂപപ്പെടുന്നത്. ഇത് രണ്ടും ഊടുംപാവും എന്ന രൂപത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും ഏതാനും വർഷങ്ങൾക്കകം ഈ പഞ്ചായത്തിൽ, നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും ഉയർന്ന ജീവകാരുണ്യ ആസ്ഥാനമായി നമ്മുടെ ആശ്രയ പാലിയേറ്റീവ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു തർക്കവും ആർക്കുമില്ല. ഇവിടെ പാറക്കൽ സംബന്ധിച്ചപ്പോൾ പാറക്കൽ എനിക്കൊരു 10-45 വർഷത്തെ ബന്ധം പാറക്കൽ. ഞങ്ങൾ ഒരു വാർഡിലാണ്, ഇപ്പം 2 വാർഡ്, ഞങ്ങൾ രണ്ടാളും ഒരു വാർഡിൽ. വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകളിൽ കുറേ കാലം ഞങ്ങളൊക്കെ. പക്ഷെ ആ ഘട്ടത്തിലും രാഷ്ട്രീയത്തിനും മറ്റെല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം ഇടപെടാനും ഏറ്റവും സ്നേഹത്തോടെ വ്യക്തിപരമായിട്ടുൾപ്പെടെ പറയാനും ഓരോ മനുഷ്യർക്കും സ്പേസ് പാറക്കൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പാറക്കൽ MLA അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ മന്ത്രിയാകുമ്പോൾ അതൊക്കെ മറ്റൊരു തലം. പക്ഷെ ഇവിടെ പാറക്കൽ നമ്മളെ പോലെ തന്നെ, ഇപ്പോൾ പാറക്കലെ കുറ്റ്യാടി മത്സരിച്ചപ്പോൾ ഒരു പ്രചരണം വന്നു, അവിടുത്തെ ഗേറ്റ് തുറക്കണേ വലിയ പണിയാണ്. ഇവിടെ അതിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. കുറ്റ്യാടിയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണല്ലോ വരുമ്പോൾ. പക്ഷെ പാറക്കൽ അബ്ദുള്ള MLA ആകുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിൽ ഒരു ശരാശരി കുടുംബത്തിൽ ജനിച്ച് വിവിധ തലങ്ങളിൽ ജോലി ചെയ്ത് വിവിധ തലങ്ങളിൽ പ്രവർത്തനം നടത്തി അതിൻ്റെ ഉയർച്ചയുടെ ഭാഗമാണ് പാറക്കൽ അബ്ദുള്ള എന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വം ഉയർന്നു വരുന്നത്. ഇപ്പോൾ KMCC, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാറക്കലിൻ്റെ ഇടപെടലിൻ്റെ ഒരു സംഗതിയാണ് KMCC. നമ്മുടെ നാടുകളിൽ നിന്ന്
തൊഴിലന്വേഷകരായി ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കൾച്ചറൽ സെൻ്ററാണ് KMCC. ഒരുപക്ഷെ ദീർഘകാലം KMCCയുടെ നേതൃത്വത്തിലേക്ക് നിന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ നിരന്തരമായി നമുക്ക് നമ്മുടെ ഒരു വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരൻ എന്ന നിലയ്ക്ക് പറയാനും ഉള്ള ഒരു ആധികാരികതയും ഒരു സ്പേസും പാറക്കലിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കുണ്ട്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാറക്കലിൻ്റെ വീട്ടിൽ രാവിലെ പോയാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതവരുടെ ജാതി, അവരുടെ മതം, അവരുടെ രാഷ്ട്രീയം ഒന്നും അവിടെ പ്രശ്നമല്ല. അതൊന്നും അവിടെ പ്രശ്നമല്ല. ആര് പോയാലും അദ്ദേഹത്തിന് കഴിയുന്നതാണെങ്കിൽ ഇടപെടാനുള്ളൊരു താല്പര്യം, അങ്ങനെ താല്പര്യമുള്ളവർക്ക് മാത്രമേ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയൂ. ആ ഒരു മനസ്സ് രൂപപ്പെട്ടതാണ് ഇതുപോലൊരു മഹാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനും, അതുപോലെ അദ്ദേഹം കൈവച്ച എല്ലായിടങ്ങളിലും വലിയ രൂപത്തിൽ ജനങ്ങളെ ഏകോപിപ്പിക്കാനും ജനമനസ്സുകളെ തൊട്ടറിയാനും കഴിയുന്ന രൂപത്തിൽ ഉയർന്നു വരാനും കഴിഞ്ഞത്. ഒരുപക്ഷെ അഭിമാനത്തോടു കൂടി നമ്മുടെ പ്രദേശത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തലങ്ങൾ നമ്മുടെ പ്രദേശത്തിനപ്പുറത്തും രാജ്യത്തിനുമപ്പുറം വളർന്നു വന്ന സേവനത്തിൻ്റെ കരങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഒരാളായി പാറക്കലിനെ കാണാനും അദ്ദേഹത്തെ സമീപിക്കാനുമുള്ള ഒരു അവസരം നമുക്കെപ്പോഴും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം. ഈ ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് പാറക്കലിനെ പോലുള്ള ഒരു വലിയ നേതാവ്, ഒരു വലിയ സാമൂഹ്യ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരാൻ, ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ പാറക്കലിന് കഴിയട്ടെ. അതുമാത്രമല്ല, പാലിയേറ്റീവ് ഉൾപ്പെടെ നിരവധിയാർന്ന അദ്ദേഹം കൈവച്ച എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് ബലം നൽകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ നാട് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നിവിടെ നൽകിയ സ്വീകരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആശ്രയ പീലിയൻ പാലിയേറ്റീവിൻ്റെ ചെയർമാനായിട്ടുള്ള പാറക്കലിന് അദ്ദേഹം കുറ്റ്യാടി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ശുശ്രൂഷ രംഗത്തും മറ്റ് സേവന രംഗത്തുമൊക്കെ തന്നെ പാറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ആശ്രയുടെ മാത്രമല്ല, ഓർക്കാടിയിൽ പ്രവർത്തിക്കുന്ന CH തണൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ നിരവധിയായ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഭാരവാഹി എന്ന നിലയിൽ KMCCയിലൂടെ നിരവധി ആളുകൾക്ക് ശ്രദ്ധേയമായ സഹായവും പിന്തുണയും നൽകുന്ന വ്യക്തി എന്ന നിലയിൽ പാറക്കലിനെ ആദരിക്കുന്നത് അങ്ങേയറ്റം അഭിമാനത്തോടും അന്തസ്സോടും കൂടിയാണ് ഞാൻ കാണുന്നത്. വളരെ മുമ്പേ ബന്ധമുള്ള ഒരു വ്യക്തി MLA ആവുന്നതിന് മുമ്പുള്ള MLA ആയപ്പോൾ ധാരാളം ആളുകൾ അദ്ദേഹത്തിനെ തേടിയെത്തും. അതിനെല്ലാം മുമ്പേ പാറക്കലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കറിയാം, ഓർമ്മിക്കുന്ന ആളുകൾക്കറിയാം എങ്ങനെയാണ് പാറക്കൽ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നതോട് പലരും പറഞ്ഞു, ക്ഷേമപ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ഞങ്ങളൊക്കെ പല കാര്യത്തിലും വീട്ടിൽ പോകുന്ന സമയത്ത് കാണാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ചില പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സേവനത്തെക്കുറിച്ചാണ്. അവിടെ ഡോക്ടറെ അടുത്ത് കയറ്റിവിടാൻ ആളുണ്ടാവും, എന്നാൽ കയറ്റിവിടലും എല്ലാം പാറക്കൽ തന്നെയാണ്.
ഓരോരുത്തർക്കും എങ്ങനെയാണ് അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ഇലയിൽ വിഭവങ്ങൾ കൊടുക്കുന്നത് എന്ന് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പാറക്കലിൻ്റെ അടുത്ത് സഹായത്തിനെത്തുന്ന ആളുകൾ അവരും പാറക്കൽ മാത്രമേ കാര്യങ്ങൾ അറിയൂ, മൂന്നാമതൊരാൾ അറിയില്ല. ഇനി വ്യക്തികളാണ് പോകുന്നതെങ്കിൽ അവരും പാറക്കൽ പറയും, ബന്ധുക്കൾ പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാറക്കൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സഹായം നീട്ടുന്ന, കൈകൾ നീട്ടുമ്പോൾ സഹായം കൊടുക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രതിരൂപമാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കാലെടുത്ത് വെച്ച സ്റ്റെപ്പിൽ നിന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉയരത്തിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു, അനുമോദങ്ങൾ അർപ്പിക്കുന്നു. പാറക്കൽ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശ്രയ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ആശ്രയയുടെ 20 വർഷക്കാലം ആശ്രയയുടെ അധ്യക്ഷനായി ചെയർമാനായി നിന്ന് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്ന പാറക്കലിന് ഈ നാട് നൽകുന്ന, ആശ്രയയുടെ നേതൃത്വത്തിൽ ഈ നാട് നൽകുന്ന ഈ സ്വീകരണ പരിപാടിക്ക് ഏറാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. 2008 ആരംഭിച്ച ഓർക്കാട്ട് ആശ്രയ പാലിയേറ്റീവിൻ്റെ അന്നുമുതലുള്ള ചെയർമാൻ എന്ന നിലക്ക് ആശ്രയ പാലിയേറ്റീവിൻ്റെ ബന്ധുക്കൾ നൽകുന്ന സ്നേഹ ആദരവ്, യഥാർത്ഥത്തിൽ പാറക്കലിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആണ് അദ്ദേഹം വളർന്നത്. അത് ഏറ്റവും അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടിയിട്ടുള്ളത് ഓർക്കാട്ടി പ്രദേശത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഒരു കാലത്ത് ഓർക്കാട്ടി തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാക്കുവാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനുമുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ ആ 1973, 74 കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശം ഏറെ ദാരിദ്ര്യമായി ഉള്ള ഒരു പ്രദേശമാണ്. കേരളം എല്ലാ സ്ഥലത്തുമുള്ള ആ ഒരവസ്ഥയാണ്. അന്ന് ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളോ മറ്റോ ഇല്ലാത്ത കാലം 3 നേരം അടുപ്പിൽ പുക ഇല്ലാത്ത വീടുകൾ, ഒരു 4-5 വീടുകൾ മാത്രമേ ഒരു പ്രദേശത്ത് അന്ന് 3 നേരം അടുപ്പിൽ പുകയുള്ളൂ. ഏതാണ്ട് വീടുകളൊക്കെ ദാരിദ്ര്യത്തിൻ്റെ വക്കിലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ പ്രദേശത്തും അതിനാവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം പ്രവാസ ലോകത്ത് മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം ഈ പ്രദേശത്തെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ പുസ്തകമില്ലാത്തൊരു കാലം. അങ്ങനെ പുസ്തകമൊക്കെ ശേഖരിച്ച് കുട്ടികൾക്ക് പുസ്തകം എത്തിച്ചു കൊടുക്കുന്നൊരു കാലം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വസ്ത്രമില്ലാത്തൊരു കാലം. അങ്ങനെ വസ്ത്രം എത്തിച്ചു കൊടുത്ത് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന ഒരു കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സേവനം ഈ നാട്ടിനും ഈ പ്രദേശത്തിനും ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോവുകയും അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കച്ചവടവും കാര്യമൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെങ്കിലും ഒരു സമയം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം നീക്കിവെക്കുകയായിരുന്നു. അങ്ങനെ വളർന്ന് വലുതായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് നമുക്കെല്ലാം വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളായി അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്, നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. അദ്ദേഹത്തിന് ഇനിയും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും നമ്മുടെയൊക്കെ നേതാവായി അദ്ദേഹം പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ്.
നമ്മുടെ നേരത്തെ വേണു ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് 2 MLA മാർ നമ്മുടെ പ്രദേശം ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പലതും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതൊക്കെ ഏതോ കാരണവശാൽ നമ്മുടെ നിർഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും ആ ഭാഗ്യം കൂടി നമുക്ക് നേടിയെടുക്കുവാൻ കഴിയട്ടെ, അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശ്രയ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ഈ മേഖലകളിൽ വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകിക്കൊണ്ട് 2 പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ആശ്രയ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ ഏറെ വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ആശ്രയ പാലിയേറ്റീവിൻ്റെ ചെയർമാനായിക്കൊണ്ട് ആശ്രയിക്കുന്നവർക്ക് ആശ്രയത്വം നൽകിക്കൊണ്ട് ശ്രീ പാറക്കലും ഈ മേഖലയിൽ തന്നെ എന്നും വിരാജിക്കുന്നു. അദ്ദേഹത്തിന് നൽകുന്ന ഈ ഊഷ്മളപരമായ ആദരവ് നൽകുന്ന ആശ്രയ പാലിയേറ്റീവിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇവിടെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനാണ് വാസ്തവത്തിൽ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ 14ാം നിയമസഭയിലും അതുപോലെ 16ാം നിയമസഭയിലും നമ്മുടെ നാടിൻ്റെ സ്പന്ദനമായി മാറാൻ ശ്രീ പാറക്കലിന് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ദൈവം ആയുരാരോഗ്യ സൗഖ്യം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള മനുഷ്യർ ആ രൂപത്തിലുള്ള പ്രവർത്തനമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി സന്ദേശം നടത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ തന്നെ ഇസ്ലാം മതം കീഴടങ്ങുക എന്നുള്ളതാണ്, സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ സമാധാനം സൃഷ്ടിക്കുവാനും ദൈവത്തിന് താഴെ ജീവിക്കാനും ആ രൂപത്തിലുള്ള സന്ദേശവും നൽകാൻ നമ്മുടെ ദൈവം നമ്മുടെ ഖുർആനിൽ പ്രവചിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദേശവാഹകനായിട്ട് ജീവകാരുണ്യ മേഖലയിൽ നമ്മുടെ നാടിൻ്റെ സ്പന്ദനമായി ആശ്രയ പാലിയേറ്റീവിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച് വിരാജിച്ച ശ്രീ പാറക്കലിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അറിയിക്കട്ടെ. ആശ്രയ പാലിയേറ്റീവിൻ്റെ ആദ്യം മുതൽക്ക് നേതൃത്വം കൊടുക്കുന്ന പാറക്കൽ അബ്ദുള്ള സാഹിബിന് ആദരവ് നൽകുക എന്നുള്ളതാണ് ഇവിടെ മുഖ്യ ഉദ്ദേശം. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ തന്നെ വളരെ എളിയ പ്രവർത്തനമാണ് എല്ലാവരോടും കാണിച്ചു കൊണ്ടിരുന്നത്. യാതൊരു വ്യത്യാസവുമില്ലാതെ രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വേർതിരിവുമില്ലാതെ പൊതുരംഗത്ത് വരികയും അദ്ദേഹം ഉയർന്ന പദവിയിൽ 2 പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കുറ്റ്യാടിയിൽ നിന്നും MLA ആയിട്ടുള്ളത്. ഈ നാട്ടിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ്. ആ നേതൃത്വം എന്നും തുടരട്ടെ എന്ന് മാത്രം പറയുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഉത്തരവാദപ്പെട്ട പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 2 MLA മാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് പാറക്കലും ഒന്ന് ശ്രീമതി KK രമ MLA, നമ്മുടെ MLA വടകര MLA ആണ്. അത് അവർ 2 പേരും കൊണ്ട് വിചാരിച്ച നമ്മുടെ ഏറ്റവും ചുരുക്കി പറയുകയാണ്, നമ്മുടെ ടൗണിൻ്റെ ഒരു ശോചാവസ്ഥയുണ്ട്. എപ്പോഴും റോഡ് ബ്ലോക്കാവുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു ബൈപ്പാസ് എറണാകുളം പഞ്ചായത്തിലെ പോലെ ഓർക്കാട്ട് ടൗണിൽ ഒരു ബൈപ്പാസ് എത്രയും പെട്ടെന്ന് നടത്തുവാൻ ആവശ്യമായ നടപടികൾ ഇതുപോലെയുള്ള ഭരണകർത്താക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റായാലും ശരി, പിന്നെ ബ്ലോക്ക് പ്രസിഡന്റായാലും ശരി, മറ്റു നേതാക്കളൊക്കെ തന്നെ, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പരിപാടി അദ്ദേഹത്തിന് പാറക്കലിന് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് മാനവികതയുടെ പങ്കാളിത്തം ആശ്രയ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൻ്റെ അതിൻ്റെ ചെയർമാനായ ശ്രീ പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഇന്നിവിടെ സ്വീകരണം കൊടുക്കുക.
ഞാൻ പറഞ്ഞു 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിയായിട്ടൊരു സ്വീകരണം കൂടെ കൊടുക്കേണ്ടി വരും പാറയ്ക്കൽ അബ്ദുള്ളക്ക്. അന്ന് ഞാൻ തന്നെ വരുമെന്ന് ഞാൻ നേരത്തെ സമ്മതിച്ചിട്ടുണ്ട് ആ പരിപാടിക്ക്. ഏതായാലും പാറയ്ക്കൽ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എപ്പോഴും നിങ്ങളോടൊപ്പം ജീവിക്കുന്ന, ഈ നാടിനോടൊപ്പം പ്രവർത്തിക്കുന്ന, ഈ നാടിൻ്റെ ജനകീയ വിഷയങ്ങളിൽ എപ്പോഴും ഇടപെടുന്ന ഒരു നല്ല ജനപ്രതിനിധിയാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് MLA സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. പാറയ്ക്കലിനെ കാണുമ്പോഴെപ്പോഴും ഞാൻ പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ നിര്യാണം മൂലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അന്നിവിടെ വന്നിരുന്നതാണ്. സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഞാനിവിടെ വന്നിരുന്നതാണ്. ഏതായാലും ഇത്തവണ ജനങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു. ഈ ആശ്രയ പാലിയേറ്റീവ് കെയർ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്കുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. 2 പതിറ്റാണ്ട് അല്ല 20 വർഷമായി 20 വർഷമായി ഈ പ്രസ്ഥാനം അദ്ദേഹം നടത്തുകയാണ്. രോഗികൾക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും ആശ്വാസം, ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് നടത്തുന്നത്. മുൻ കേന്ദ്രമന്ത്രിയായ ശ്രീ അഹമ്മദ് സാഹിബാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അങ്ങനെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ഏതാണ്? ഞാൻ പല യോഗത്തിലും പറയുന്നതാണത്. ഞാൻ എല്ലാവരോടും അതിൻ്റെ ഉത്തരം പറയുന്നത് കമ്പാഷൻ എന്നുള്ള വാക്കാണ്. കമ്പാഷനാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ളത്. അത് നമ്മൾ അനുകമ്പ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. കാരണം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വേദനിക്കുന്ന ഒരു ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇത്തരം പാലിയേറ്റീവ് കെയർ പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒരു വേദനിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ആശ്വാസമെങ്കിലും എത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇപ്പം സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചില വലിയ മാരകമായ അസുഖങ്ങൾ വന്ന് പ്രയാസപ്പെടുന്നവർ. ഇപ്പം ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിക്കുകയാണ്. കിഡ്നിയുടെ അസുഖം, ഡയബറ്റിക്കിൻ്റെ അസുഖം, ഇതൊക്കെ സ്ഥിരമായി ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം, കിഡ്നി മാറ്റിവെക്കേണ്ട ആളുകൾ, ക്യാൻസർ വന്നാൽ അവൻ്റെ കുടുംബം കുളം തോണ്ടി. അപ്പോൾ ആ നിലയിൽ മാരകമായ അസുഖങ്ങൾ വരുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഇത്തവണത്തെ നമ്മുടെ പുതിയ ഗവൺമെൻറ് നമ്മളൊരു പുതിയ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചത്. മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അവരുടെ പൗരന്മാരെ അവർ ഇൻഷുർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻഷുർ ചെയ്യുമ്പോൾ അവർക്കൊരസുഖം വന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കും. ഇപ്പം അമേരിക്കയിലൊക്കെ 40 വയസ്സ് കഴിഞ്ഞ ആളുകളെ സ്ഥിരമായി ഇൻഷുറൻസ് കമ്പനിക്കാർ വന്ന് ആശുപത്രി കൊണ്ടുവച്ച് അവരുടെ ആരോഗ്യനില പരിശോധിക്കും, അവർക്ക് മരുന്ന് കൊടുക്കും, പരിചരിക്കും. കാരണം അവന് എന്തെങ്കിലും വലിയൊരു അസുഖം വന്നാൽ ഈ കമ്പനിക്ക് വലിയ തോതിലുള്ള നഷ്ടം വരും. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ മുൻകൈയെടുത്ത് പരിശോധിപ്പിക്കും. അപ്പോൾ ലോകത്തെ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും ഇന്ന് ഇൻഷുറൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം വലിയ മാരകമായ അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം തന്നെ അറിയാമല്ലോ, ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തൊരു കണക്ക് പുറത്തു വന്നു.
ചികിത്സയ്ക്ക് വേണ്ടി പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിക്കുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഫ്രം അവർ പോക്കറ്റ് ഹൗ മച്ച് വി ആർ സ്പെൻഡിങ്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം അത് ചെലവഴിക്കുന്ന കേരളീയരാണ് ഏറ്റവും കൂടുതൽ. മറ്റ് പല സംസ്ഥാനങ്ങളിലും വളരെ കുറവാണ്. ഇവിടെ ഇൻഷുറൻസ്, ഇവിടെ ആളുകൾ എത്ര പറഞ്ഞാലും ആളുകൾ ഇൻഷുർ ചെയ്യാറില്ല. നമ്മൾ പല ആളുകളോടും നിങ്ങൾ ഇൻഷുർ ചെയ്യണം. ഞാൻ ആഭ്യന്തരമന്ത്രിയായി ഇപ്പം രണ്ടാമത്തെ തവണ ആയപ്പോൾ ഒരു വലിയ കട ഉൾപ്പെടെയുള്ള സമുച്ചയം മുഴുവൻ കത്തിപ്പോയി. അവരെന്നെ വിളിച്ചു പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ഫയർഫോഴ്സ് സംവിധാനം എല്ലാം ഏൽപ്പിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇൻഷുർ ചെയ്തോ? ചെയ്തില്ല സാർ. ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങി, കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇൻഷുർ ചെയ്യാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു, ഇൻഷുർ ചെയ്തില്ല, ഒരു പൈസയും കിട്ടുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആദ്യം ആവശ്യം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചികിത്സ നടത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? അവർ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തേണ്ടത്. എപ്പോഴാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇൻഷുർ ചെയ്യാൻ കഴിയും. ആ എല്ലാ രാജ്യങ്ങളിലും പരിഷ്കൃതമായ എല്ലാ രാജ്യങ്ങളിലും ഇൻഷുറൻസ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ആളുകളെ ഇൻഷുർ ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനും തീരുമാനിച്ചത്. ഇപ്പം പാലിയേറ്റീവ് കെയർ, എന്തിനാണ് ഈ പാലിയേറ്റീവ് കെയർ? ഒരു ഏജ് കഴിയുന്ന ആളുകളെ, അസുഖങ്ങൾ വരുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത്തവണത്തെ UDFൻ്റെ ഗ്യാരൻറ്റിയിൽ ഞാനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായതുകൊണ്ട് ഞാനാണ് ഈ ഗ്യാരൻറ്റികൾ തയ്യാറാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രാലയം. ഈ ആശയം വന്നത് തന്നെ ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ജപ്പാനിൽ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. ആയുർദൈർഘ്യം കൂടുന്ന അവസരത്തിൽ എന്തുണ്ടാകുന്നു? ചികിത്സ ഉൾപ്പെടെയുള്ളത് പ്രശ്നങ്ങളായി മാറുന്നു. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ പദ്ധതികളുണ്ടാകും. ആ പദ്ധതി എന്താണ്? കൂടുതൽ ഡോക്ടർമാർ വേണ്ടി വരും, നഴ്സുമാർ വേണ്ടി വരും, മറ്റ് അനുബന്ധമായ സ്റ്റാഫുകൾ വേണ്ടി വരും, അവർക്ക് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അതിനെയാണ് സിൽവർ എക്കോണമി എന്ന് ജപ്പാൻകാർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിൽവർ എക്കോണമി വെച്ച് പോകുന്ന വലിയ നേട്ടമാണ് ജപ്പാനുണ്ടായത്. കാരണം ഭയങ്കരമായ റവന്യൂ ജനറേഷനാണ്. ഡോക്ടർമാരുണ്ടാകുന്നു, നഴ്സുമാരുണ്ടാകുന്നു, മറ്റ് സ്റ്റാഫ് ഉണ്ടാകുന്നു, അവരുടെ വരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ എക്കോണമി കൂടുതൽ ശക്തിപ്പെടും. ഇന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യവസായം എന്ന് പറയുന്നത് ഈ പാലിയേറ്റീവ്. പ്രായം തന്നെ ആളുകളെ ചികിത്സിക്കാൻ വലിയ വലിയ കമ്പനികൾ ഇട്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ആളുകൾ പോയി ചികിത്സിക്കും. അവർ മന്ത്ലി ഇത്ര രൂപ വരുമാനം ആ കമ്പനിക്ക് അടച്ചാൽ മതി. അപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള വയോജനങ്ങളുടെ ചികിത്സ നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, കൂടുതൽ റവന്യൂ ജനറേഷൻ ഉണ്ടാകും, എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കും. അതാണ് നമ്മുടെ പുതിയ മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. സംസാരിക്കാനപ്പോൾ ഈ പാലിയേറ്റീവ് കെയറിനെ സംബന്ധിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2035 ആകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ 50 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 35-40%. അപ്പോൾ അവരെ പരിചരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പാലിയേറ്റീവ് യൂണിറ്റുകൾ, കെയർ യൂണിറ്റുകൾ ഉൾപ്പെടെ ധാരാളം പാലിയേറ്റീവ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. ഇപ്പോൾ പോലീസിൽ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആരെങ്കിലും പാവങ്ങൾ പ്രായം ചെന്നവരുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്താൽ പോലീസ് എടുക്കണം, പോലീസ് അവരെ
അടിയന്തരമായ സേവനം എത്തിക്കണം. കാരണം ഒറ്റയ്ക്ക് കഴിയാണ്, ഭാര്യയും ഭർത്താവ് മാത്രമേ കാണത്തുള്ളൂ, ആരും ഉണ്ടാവില്ല, മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാൾ ഫോൺ ചെയ്താൽ പോലീസ് സേവനം, അതിനൊരു പ്രത്യേക പദ്ധതി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. വാർദ്ധക്യത്തിൽ കഴിയുന്ന ആളുകൾക്ക്, പാലിയേറ്റീവ് കെയർ വേണ്ടി വരുന്ന ആളുകൾക്ക് പോലീസിൻ്റെ പ്രത്യേക സഹായം ഏർപ്പെടുത്തുന്നതിൻ്റെ ഒരു സംവിധാനത്തെപ്പറ്റി ഗൗരവമായി ഞങ്ങൾ ആലോചിക്കുകയാണ്. ഓണം കഴിഞ്ഞ് ഞാൻ ആ പദ്ധതി പ്രഖ്യാപിക്കാനാണ് ഇരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ ട്രെയിൻ പോകുന്നു എന്നാണ് എനിക്ക് എഴുതി തരുന്ന ഇതെല്ലാം. പാറക്കൽ അബ്ദുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. മനസ്സ്, തെളിഞ്ഞ മനസ്സും ആർദ്രമായ മനസ്സും സാധുക്കളെ സഹായിക്കുന്ന താല്പര്യമുള്ള നല്ല ഒരു മനുഷ്യനാണ് ശ്രീ പാറക്കൽ അബ്ദുള്ള എന്നെനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അദ്ദേഹത്തിന് ആശ്രയ പാലിയേറ്റീവ് കെയറിൻ്റെ ചെയർമാനാണ്. ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചത് നന്നായി. അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ പാറക്കൽ അബ്ദുള്ളയ്ക്ക് രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒത്തിരി ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഈ അഭിനന്ദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. അബ്ദുള്ള സാഹിബിന് നൽകുന്ന ഉപഹാരം ഇതാ രമേശ് ചെന്നിത്തല കൈമാറുകയാണ്. മാനവികതയുടെ പങ്കാളിത്തം ആശ്രയ പാലിയേറ്റീവ് കെയർ ക്ലിനിക് ചെയർമാൻ പാറക്കൽ അബ്ദുള്ള MLA ഇതാ ആശ്രയയുടെ ഉപഹാരം കൈമാറുകയാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ. അബ്ദുള്ള കീർത്തന വരച്ചിട്ടുള്ള ചായപ്പൊടി കൊണ്ടുള്ള ചിത്രമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള സാറിനെ ഷാളണിയിക്കുന്നത് NK ചാത്തു, അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഒപ്പം വേദിയിൽ ഒരു CD പ്രകാശനം കൂടി ആഭ്യന്തര വകുപ്പ് മന്ത്രി നടത്തുകയാണ്. GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം രചന നിർവഹിച്ച് ഇക്ബാൽ നരിപ്പറ്റയും മുക്താർ മുഹീബും നൂറും അഫ്ലുവും ചേർന്ന് പാടിയ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ UDF സർക്കാർ പ്രഖ്യാപിച്ച മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇക്കൂസ് മീഡിയ ഒരുക്കിയ വീഡിയോ ആൽബത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഒരു പ്രസംഗത്തിന്, ഒരു മറുപടി പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. എന്നെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ വേദിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ ശ്വാസമടക്കി പിടിച്ച് കേൾക്കുകയായിരുന്നു. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന മനയത്തായാലും അതുപോലെ തന്നെ KK അഹമ്മദ് ആയാലും OK ആയാലും ഭാസ്കരേട്ടനായാലും വേണു ആയാലും സുരേഷ് ബാബുക്ക് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും രാഷ്ട്രീയമായൊക്കെ ഉണ്ടാകാറുണ്ട്. പല വേദികളിലും ഞങ്ങൾ വളരെ ഘോരഘോരം പരസ്പരം വാദപ്രതിവാദങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ സാധാരണ CHൻ്റെ ഒരു പ്രയോഗമുണ്ട്. മഹാനായ മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ സാഹിബ്, ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും കുട്ടികളുണ്ടാകുന്നതിന് അത് തടസ്സമാകാറില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊന്നിക്കുന്നതിൽ ഒരിക്കലും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുണ്ടാവും സ്വാഭാവികമായി. എനിക്ക് ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറെ എൻ്റെ മനസ്സിലുള്ള ഒരാൾ പ്രിയപ്പെട്ട AP കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററാണ്. ഞാനുമായി ഏതാണ്ട് ഒരു 2-2.5 പതിറ്റാണ്ട് കാലത്തെ ഒരു ബന്ധം, അതൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ ഏറെ വല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പാലിയേറ്റീവിൻ്റെ പല സ്ഥലങ്ങളിലും പുറത്തു പോകുമ്പോൾ കാണുന്നത്, ഞാൻ മാഷെടുത്ത് പങ്കുവെച്ചപ്പോൾ മാഷ് എന്നേക്കാളേറെ താല്പര്യത്തിൽ നമുക്ക് കുഞ്ഞമ്മ ഡോക്ടറെയും കൂട്ടി ഞങ്ങളിരുന്നു.
അത് വളരെ നന്നായി. ഞാനിത് മാഷോട് പറയാൻ കാരണം, മാഷ് എത്രയോ വർഷം, എനിക്ക് തോന്നുന്നൊരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വികലാംഗർക്ക് മാസം ഒരു പൈസ കൊടുക്കുന്നതിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് വളരെ കാലം വളരെ ശാസ്ത്രീയമായി നടത്തിക്കൊണ്ടുപോയ ഒരു സിസ്റ്റം. അങ്ങനെ പലതും മാഷ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചപ്പോൾ ഒരു 18 വർഷം, ഏതാണ്ട് 17 വർഷത്തിന് മേലെയായി നാട്ടിൽ. അന്ന് പാലിയേറ്റീവിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നും ആളുകൾക്കില്ല. എന്താ ഇത് എന്നുള്ള ചോദ്യം പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ജനങ്ങളെ ഏറ്റെടുത്തു. ഇന്നിപ്പോൾ വളരെ നന്നായി. അതിനൊരു വലിയ ഇത് സത്യത്തിൽ എൻ്റെ ഒരു വിജയമല്ല, അല്ലെങ്കിൽ മറ്റാരുടെയും വിജയമല്ല. ഇതിൽ കുഞ്ഞമ്മയുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ പലരും ഉണ്ട്. ഞങ്ങളാരുടെയും വിജയമല്ല. ഇതിനിതാ ചാട്ടുകെട്ടനെ പോലെയുള്ള നിസ്വാർത്ഥരായ നിസ്സീമമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘം വളണ്ടിയേഴ്സ് ഉണ്ട്. ഞാൻ അവരുടെ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ രംഗത്ത് 100-200 ചില്ലാനം രോഗികളെ അവർ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നോക്കുകയും ആവശ്യമുള്ളിടത്ത് 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടർമാർ വരികയും, പ്രിയപ്പെട്ട ദാസൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത്രയും കാലം ഈ 18 വർഷവും ഇത് പോയത് ദാസനുണ്ട്. ആ ദാസൻ്റെ വല്ലാത്ത ഒരു ആത്മാർത്ഥമായ ഇടപെടലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ പാലിയേറ്റീവ് നല്ല നിലയിൽ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിൽ ഞാനും അവരൊപ്പം ഒരു പങ്കാളിയായി എന്നുള്ളതിലപ്പുറം എനിക്ക് കിട്ടിയ ആദരവും ഇതൊക്കെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ആശ്രയ പാലിയേറ്റീവിൻ്റെ കമ്മിറ്റിക്ക്, വളണ്ടിയേഴ്സിന് ഞാൻ സമർപ്പിക്കുക. അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയുമാണ് ഇതിൻ്റെ വിജയം. ഞാൻ ദീർഘിച്ചാൻ പ്രത്യേകിക്കുന്നില്ല. ഇവിടെ ഞങ്ങളൊരു സ്ഥലം, ഏതാണ്ട് 8-9 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒരു പാലിയേറ്റീവ് സെൻറ്റർ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു കെട്ടിടം, സ്വന്തം കെട്ടിടത്തിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മളെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ ആർക്കും പോക്കറ്റിൽ നിന്നും കാശ് വലിങ്ങനെ എടുത്തു കൊടുക്കണ്ട. എല്ലാവരും കൂടിച്ചേരുമ്പോൾ അതൊരു വലിയ സംവിധാനമായി മാറും. അതാണിപ്പം 30ഓളം ആളുകൾക്ക് CH സെൻറ്റർ തണൽ ഇവിടെ നമ്മൾ ഡയാലിസിസ് നടക്കുന്നുണ്ട്. ഏതാണ്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പം ജാഫർ ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാവരും കൂടിച്ചേരുമ്പോൾ അത് നന്നായി. അതിനും ഇവിടെ ഏതാണ്ട് 35-37 സെൻറ്റ് സ്ഥലം 1.5 കോടി രൂപയ്ക്ക് മേലെ 1.25 കോടി ചെലവഴിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു കെട്ടിടമെടുത്താൽ ഏതാണ്ട് ഒരു 10, 60, 70 ഡയാലിസിസ് പേഷ്യൻറ്റിനെ, അല്ലെങ്കിൽ 100ഓളം വരുന്ന ഡയാലിസിസ് പേഷ്യൻറ്റിനെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം. എണ്ണം കൂടാതിരിക്കട്ടെ, രോഗം കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഇതൊന്നും തന്നെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടല്ല, ഒരു കൂട്ടായ്മ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിനൊരു നല്ല മനസ്സും നല്ല വാക്കുകളും ഒരു തുറന്ന ഹൃദയവും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ഉണ്ടായാൽ ആളുകൾ പൂർണ്ണമായും സഹകരിക്കും. ഇതൊക്കെ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിച്ചൊന്നും പറയുന്നില്ല. ഇനി അങ്ങോട്ടും ഇപ്പോൾ ഈ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനൊക്കെ സാധ്യമാകും. അതിലൊക്കെ എന്താണോ സാധ്യമാകുന്ന ഇടപെടൽ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധ്യമാകുന്നതൊക്കെ അതിൻ്റെ മുന്നിൽ പാലിയേറ്റീവിൻ്റെ കൂടെ ഓർക്കാട്ടേരിക്കാരോടൊപ്പം ഏറാമലക്കാരോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് വാക്ക് തന്നുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടും ഒരു ആദരവ് കൊടുക്കുന്നുവെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു ജ്യേഷ്ഠാനുജ ബന്ധം കാണിച്ച രാഷ്ട്രീയ പാർട്ടി, ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ട്. ആ ഒരു സ്നേഹം ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ആശ്രയ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആശ്രയയുടെ ചെയർമാനായ ശ്രീ പാറക്കൽ അബ്ദുള്ളയ്ക്ക് രണ്ടാമതും അദ്ദേഹം നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സ്നേഹാദരവ് ആശ്രയ ഇവിടെ നൽകിയിരിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് ആശ്രയയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത
ബഹുമാന്യരായ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആശ്രയയുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ആശ്രയയായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന പ്രവാസികൾ, അതുപോലെ തന്നെ വ്യാപാര സുഹൃത്തുക്കൾ, അധ്യാപകർ, തൊഴിലാളികൾ, സഹകരണ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ, മുഴുവൻ ആളുകൾക്കും ആശ്രയയുടെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു.